ഹലോ മക്കളെ, നമ്മൾ ഇന്ന് SCERTയിലെ ഒരു പുതിയ ചാപ്റ്ററാണ് എടുക്കുന്നത്. അതായത് 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്സിലൊക്കെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പൊ മാറി വന്ന പാഠപുസ്തകങ്ങളിൽ മുമ്പ് ഉണ്ടായിരുന്ന സെയിം കണ്ടന്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങൾ ചില ചാപ്റ്ററുകളിൽ അവർ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആഡ് ചെയ്ത കാര്യങ്ങൾ PSC ഇപ്പൊ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബയോളജിയാണ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷെ ഇന്ന് എടുക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്, SS അല്ലെ, സാമൂഹ്യ ശാസ്ത്രം. മറ്റൊന്നും കൊണ്ടല്ല, ഒരേ വിഷയം തന്നെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പഠിക്കാൻ ഇത്തിരി ബോറായി തോന്നും. അപ്പോൾ നമുക്ക് മാറി മാറി സബ്ജക്റ്റുകൾ എടുക്കാം. എന്ത് തന്നെയാണെങ്കിലും പുതിയ SCERTയിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുത്ത് തന്നിരിക്കും. അപ്പോൾ ഇന്ന് എടുക്കുന്നത് 7ാം ക്ലാസ്സിലെ അധികാരം ജനങ്ങൾക്ക് എന്നുള്ള ചാപ്റ്ററാണ്. അധികാരം ജനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് രാജ്, അതേപോലെ തന്നെ നമ്മുടെ 73, 74 ഭരണഘടനാ ഭേദഗതികൾ, ഗ്രാമസഭകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണത്. മുമ്പ് SCERTയിൽ അധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടില്ല എങ്കിൽ പോലും അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ചാപ്റ്ററിൽ ഗ്രാമസഭകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ മാറിയ പാഠപുസ്തകത്തിൽ. പക്ഷെ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങളിത് പഠിച്ചിരിക്കണം. അടുത്ത വരുന്ന എക്സാമിൽ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതില് ഒരു പൂക്കോട്ടുമല എന്ന ഗ്രാമത്തിലെ കുറെ നേട്ടങ്ങളെ കുറിച്ചിട്ട്, അവിടെ ഉണ്ടായ കുറെ പുരോഗതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് പൂക്കോട്ടുമല ഗ്രാമം ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു, തണ്ണീർത്തട വികസനം, എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകള്, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെന്റ് രഹിത ഗ്രാമം, ഇങ്ങനെ കുറെ പദ്ധതികൾ, കുറെ വികസന പ്രവർത്തനങ്ങൾ ഈ പൂക്കോട്ടുമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി. അപ്പൊ ഇതിനെ അവരെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രാമത്തിന്റെ വികസനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് വികസനം ഉണ്ടാകണമെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തത് ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തം. ഗ്രാമസഭകളിൽ മികച്ച ജനപങ്കാളിത്തം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ആസൂത്രണം ചെയ്യാനും അല്ലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതേപോലെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടവും. ജനങ്ങളെ ആസൂത്രണം ചെയ്താൽ മാത്രം പോരല്ലോ, അതൊക്കെ നടപ്പിലാക്കാൻ ആര് വേണം? ഉദ്യോഗസ്ഥർ വേണം അല്ലെ. അതിൽ ഇടപെടാനും ആസൂത്രണം ചെയ്യാനൊക്കെ ഉദ്യോഗസ്ഥരും കൂടി വേണം. അപ്പൊ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും, ജനങ്ങളുടെ അർപ്പണ മനോഭാവവും. അപ്പൊ ഇതൊക്കെയാണ് ഈ പൂക്കോട്ടുമല ഗ്രാമത്തെ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചത്. പൂക്കോട്ടുമല ഗ്രാമം എന്നല്ല, ഏത് ഗ്രാമത്തിനും നേട്ടങ്ങളൊക്കെ കൈവരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും നടക്കണം. ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും നടക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടം ഉണ്ടാകണം. ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ജനങ്ങളുടെ അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളോട് ഇപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നെ കിട്ടിയില്ലേ, ഒരു 4ാമതൊരു സ്റ്റേറ്റ്മെന്റ് കൂടി തന്നിട്ട് ഒരു ഗ്രാമത്തിന്റെ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടം എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും അതൊക്കെ ഒരു സംശയം വരും. അപ്പൊ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരു ഗ്രാമത്തിന്റെ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും, ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടവും, അതേപോലെ തന്നെ ജനങ്ങളുടെ അർപ്പണ മനോഭാവവും. പിന്നെ അതിനുശേഷം നിവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ ഒരു പോസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഗ്രാമസഭയിൽ പങ്കെടുത്തു. അപ്പൊ ആ ഗ്രാമസഭയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ആ പോസ്റ്റിൽ കൂടി അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ പോസ്റ്റിലുണ്ട്. ഞാനത് മുഴുവൻ വായിച്ച് സമയം കളയുന്നില്ല. അതിൽ ഏറ്റവും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഒന്നാമത്തത്, പൊതുജനങ്ങൾക്ക് നാടിന്റെ വികസനത്തിൽ പങ്കെടുക്കാൻ അല്ലെ, നാടിന്റെ വികസനങ്ങളുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിയാകാനുമുള്ള സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം എവിടെയാണ്? ഗ്രാമസഭകളിലാണ് അല്ലെ. ഗ്രാമസഭകൾ വഴിയാണ് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നാടിന്റെ വികസനത്തിൽ അഭിപ്രായങ്ങൾ പറയാനും അതുപോലെ ചർച്ചകളിലെല്ലാം പങ്കെടുക്കാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനുള്ള അവസരം നൽകുന്നത് ഗ്രാമസഭകളിലൂടെയാണ് അല്ലെ. നമുക്ക് നേരിട്ട് ഗ്രാമപഞ്ചായത്തിൽ പോയി ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് അല്ലെ. അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ ഗ്രാമസഭകളാണ് ഓരോ ജനങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ആ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ ഒരു പങ്കാളിയാകാനും അല്ലെ എല്ലാത്തിനും അവസരം ലഭിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്.
ഇനി ഈ ഗ്രാമസഭയിൽ ആരാണ് അംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമസഭയിൽ അംഗമാവാൻ വേണ്ടി പ്രത്യേകിച്ച് ഫോം ഒന്നും പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും, ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ വാർഡിലെ ഗ്രാമസഭയിൽ അംഗമാണ്, അല്ലെ? വാർഡ് തലത്തിലാണ് നമ്മൾ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടുക. ഓരോ വാർഡിലും ഓരോ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടും. 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടണം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. ഇങ്ങനെ 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതിൽ മെമ്പറാണ് വിളിച്ചു കൂട്ടുക, വാർഡ് മെമ്പറാണ് അത് വിളിച്ചു കൂട്ടുക. അങ്ങനെ വിളിച്ചു കൂട്ടുന്നതിൽ 3 തവണ അടുപ്പിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ വാർഡ് മെമ്പർ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പറെ ആ സ്ഥാനത്തു നിന്നും നീക്കി രണ്ടാമത് ഒരു എലക്ഷൻ നടത്താൻ, അല്ലെ മറ്റൊരു എലക്ഷൻ നടത്താൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് പറയാവുന്നതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? 3 മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും എന്ത് കൂടണം? ഗ്രാമസഭ കൂടണം. ഇങ്ങനെ 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ കൂടുന്നത് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഒരു വാർഡ് മെമ്പർ പരാജയപ്പെട്ടു കഴിഞ്ഞു, അയാൾ എന്തെങ്കിലും കാരണവശാൽ 3 പ്രാവശ്യം അടുപ്പിച്ച് ഗ്രാമസഭ കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയ ഒരു ഇലക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറോട് ശുപാർശ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഗ്രാമസഭയിൽ ആരാണ് അംഗം, അല്ലെ? ഗ്രാമസഭയിൽ ആരാണ് അംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും, ആ വാർഡിലെ എല്ലാ അംഗങ്ങളും, വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ആ ഗ്രാമസഭയിൽ അംഗമാണ്. ഇനി ഈ ഗ്രാമസഭേനെ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേര് വാർഡ് സഭ എന്നാണ്. ഗ്രാമസഭയെ നഗരത്തിൽ അറിയപ്പെടുന്ന പേര് വാർഡ് സഭ എന്നാണ്. അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ, അവിടെ അത് അറിയപ്പെടുന്ന പേര് വാർഡ് സഭ എന്നാണ്. ഗ്രാമസഭ തന്നെയാണ്, അവിടെ അത് അറിയപ്പെടുന്ന പേര് വാർഡ് സഭ എന്നാണ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാന്നുള്ളത്? ഒരു ഗ്രാമസഭയിൽ പ്രാദേശിക വികസന കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക. ഒരു ഗ്രാമസഭയിൽ പ്രാദേശിക വികസന കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക, ജനങ്ങളുടെ ജീവിത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാദേശിക വികസനങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു വാർഡിൽ ഏതെങ്കിലും ഒരു വ്യക്തി കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം മൂലമോ മറ്റെന്തെങ്കിലും കാര്യമോ കൂടുതലായിട്ട്, ഇപ്പോൾ കരൾ ശസ്ത്രക്രിയയൊക്കെ വരുമ്പോഴേ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അവരെ സഹായിക്കേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിൽ ചർച്ച ചെയ്യും? ഗ്രാമസഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രോഗം ആ പ്രദേശത്ത് കൂടുതലായിട്ട് പടർന്നു പിടിക്കുകയാണ്, അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഒരു പ്രദേശത്തിന്റെ വികസന കാര്യം മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ ജീവിത വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എന്തിൽ ചർച്ച ചെയ്യും? ഗ്രാമസഭയിൽ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്, 3 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. ഗ്രാമസഭ കൂട്ടേണ്ടത് വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ ഒരു നോട്ടീസ് മുഖേനയാണ് വിളിച്ചു കൂട്ടേണ്ടത്. ഒരു നോട്ടീസ്, നിങ്ങളുടെ വീടുകളിലെല്ലാം തന്നെ ഗ്രാമസഭയുടെ നോട്ടീസ് കൊണ്ടു തരാറുണ്ടാവും, അല്ലെ? അത് വാർഡ് മെമ്പറാണ് ഈ നോട്ടീസ് മുഖേന ഓരോരുത്തരെയും ക്ഷണിക്കേണ്ടത്. അപ്പൊ ഈ അംഗങ്ങളെ മാത്രമല്ല, ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ ഇപ്പൊ ആ മണ്ഡലത്തിൽ നിന്നും ആരെങ്കിലും MLA ആയിട്ടോ MP ആയിട്ടോ, അല്ലെ, അങ്ങനെ ആരെങ്കിലും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ എല്ലാവരെയും ഈ വാർഡ് മെമ്പർ ക്ഷണിക്കണം. അപ്പൊ ഈ ക്ഷണത്തിന്റെ മുഴുവനായിട്ടുള്ള ചുമതല ആർക്കാണ്? അത് വാർഡ് മെമ്പർക്കാണ്. വാർഡ് മെമ്പറെ കൺവീനർ എന്നാണ് പറയുക. ഈ ഗ്രാമസഭയിലെ കൺവീനർ എന്നാണ് വാർഡ് മെമ്പറെ പറയുക. അപ്പൊ ഗ്രാമസഭയിലെ കൺവീനർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് വാർഡ് മെമ്പറാണ്. എന്നാൽ ഗ്രാമസഭയിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതായത് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിസൈഡ് ചെയ്യുന്ന ആളാണ്, അല്ലെ? ഒരു ഗ്രാമസഭ പ്രിസൈഡ് ചെയ്യുന്ന ആള് പ്രസിഡന്റ്, പ്രിസൈഡ് ചെയ്യുന്ന ആള് പ്രസിഡന്റ്. അപ്പൊ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറുമാണ്. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിയാകാനും തീരുമാനമെടുക്കാനുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത്. അടുത്തതായിട്ട് അവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്നും നിങ്ങൾ തന്നെ അത് ആൻസർ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, പോസ്റ്റിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഈ നിവിന്റെ പോസ്റ്റിൽ എന്തിനെ കുറിച്ചാണ്? ഗ്രാമസഭയെ കുറിച്ചാണ്, അല്ലെ, പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കണ്ടോ ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് PSCക്ക് അതേപോലെ അവരെടുത്തിടും. ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള വികസന ചർച്ചകൾ മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും
പ്രാദേശിക വികസനം മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഗ്രാമസഭയിൽ ചർച്ച ചെയ്യും. ഇനി ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമസഭയുടെ അധ്യക്ഷൻ പ്രിസൈഡ് ചെയ്യുന്ന ആള് പ്രസിഡന്റ് അല്ലെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇനി ഗ്രാമസഭയ്ക്ക് സമാനമായിട്ട് നഗരങ്ങളിലുള്ള സംവിധാനം എന്താണ്? വാർഡ് സഭ അല്ലെ. ഗ്രാമസഭകൾക്ക് സമാനമായിട്ട് നഗരങ്ങളിലുള്ളത് ഏതാണ്? അത് വാർഡ് സഭയാണ്. വാർഡ് സഭ, ഇപ്പുറത്ത് ഗ്രാമസഭ, അപ്പുറത്ത് വാർഡ് സഭ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഗ്രാമസഭയുടെ കൺവീനർ? വാർഡ് മെമ്പർ ആണ് അല്ലെ. വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അവിടെ ഒരു കതിർമല ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഗ്രാമസഭ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. ക്ഷണിക്കുകയാണ് ഓരോരുത്തരെയും, ഓരോ വീടുകളിൽ നമ്മൾ ഈ നോട്ടീസ് കൊണ്ടുകൊടുക്കുക. അവിടെ അവരെ എവിടെയാണ് ഈ ഗ്രാമസഭ നടക്കുന്നത്, ഏത് സമയത്താണ്, എത്രാം തീയതിയാണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ്. അതിന്റെ കൂടെ അവസാനം കണ്ടില്ലേ കൺവീനർ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നോട്ടീസ് കൊടുക്കുന്ന ആളാരാണ്? അത് കൺവീനർ ആയിട്ടുള്ള വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആയിട്ടുള്ള വാർഡ് മെമ്പറാണ് ഈ എല്ലാവരെയും അറിയിക്കേണ്ട ചുമതലയുള്ളത്. അവിടെ അജണ്ടകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രാമസഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അവിടെ അജണ്ടയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് നാടിന്റെ പൊതുവികസനം സംബന്ധിച്ച ചർച്ചകൾ. പിന്നെ പ്രതിഭകളെ ആദരിക്കല്. പ്രതിഭകളെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മൾ സാധാരണ വൃദ്ധജനങ്ങളെ, വയോധികരുണ്ടല്ലോ, അവരൊക്കെ നമ്മൾ ആദരിക്കാറുണ്ട്. കുറച്ച് പ്രായമായവരെ ആദരിക്കും. അതേപോലെ ഇപ്പൊ എന്തെങ്കിലും എക്സാമുകളിൽ SLCയിൽ ഫുൾ A+ കിട്ടിയത്, +2 ഫുൾ A+ കിട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നേട്ടങ്ങൾ കൈവരിച്ചവരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാമസഭയിൽ ആദരിക്കും. പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കല്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ നിങ്ങൾക്കറിയാലേ, അതായത് ഈ ഗ്രാമസഭകൾ വഴിയാണ് നമുക്ക് എന്തൊക്കെ ലഭിക്കും? ആടും ആട്ടും കൂടൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും. അതേപോലെ മണ്ണിര കമ്പോസ്റ്റ് ലഭിക്കും. പിന്നെ ഒരുപാടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കുറ്റിക്കുരുമുളക് തൈകള്, അങ്ങനെ പിന്നെ കോഴി വളർത്തലിന് വേണ്ടിയിട്ടുള്ള കൂടും കോഴികളും ഒക്കെ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അപ്പൊ ഇതിനുള്ള അപേക്ഷ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ലേ? അപ്പൊ ആർക്കൊക്കെയാണ് മുൻഗണന നൽകേണ്ടത്, ആർക്കാണ് ഈ ഗുണഭോക്താക്കളിൽ ആർക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഈ ഗ്രാമസഭയിൽ വെച്ചിട്ടാണ്. അപ്പൊ കൂടുതൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായിരിക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം കൂടുതലായിട്ട് ലഭിക്കുക. പിന്നെ ഒരു തവണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ വീണ്ടും അയാൾക്ക് തന്നെ കൊടുക്കും. ഇപ്പൊ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണ്, ഒരാൾക്ക് ആട്ടും കൂടും സൗജന്യമായി നൽകി, അടുത്ത ഗ്രാമസഭയിൽ വീണ്ടും അതേ ആനുകൂല്യം അയാൾക്ക് തന്നെ കൊടുക്കുമോ? ഇല്ല അല്ലെ. അടുത്തത് ആർക്കാണോ ലഭിക്കാത്തത് അയാൾക്കായിരിക്കും മുൻഗണന നൽകുക. അപ്പൊ ഇത്തരത്തിൽ ഈ ഗുണഭോക്താക്കൾക്കുള്ള മുൻഗണനയെല്ലാം നിശ്ചയിക്കുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭ നിശ്ചയിക്കുന്ന മുൻഗണനയ്ക്ക് ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്തിന് മാറ്റം വരുത്താൻ സാധിക്കില്ല. ഗ്രാമസഭയിൽ ഈ ഗുണഭോക്താക്കളുടെ മുൻഗണന നൽകി കഴിഞ്ഞാൽ ആ മുൻഗണനാ ക്രമത്തിന് ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്തിന്, ഗ്രാമസഭകളെക്കാൾ മുകളിലാണ് അല്ലെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്, പക്ഷേ ഗ്രാമപഞ്ചായത്തിന് ഒരിക്കലും ഈ മുൻഗണനയ്ക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല. കാരണം ഗുണഭോക്താക്കളുടെ മുൻഗണനയ്ക്ക് ആരാണ് തീരുമാനിക്കുക? അതൊക്കെ ഗ്രാമസഭയാണ് തീരുമാനിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഗ്രാമസഭകൾ വഴി നടത്തും. ഈ നമ്മള് പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾ എന്ന് പറയില്ലേ, നമ്മള് ഭിന്നശേഷിക്കാര്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ, ഓട്ടിസം ബാധിച്ചവര്, അതേപോലെ മറ്റു പല അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുക? നാടിന്റെ പൊതുവികസനം ചർച്ച ചെയ്യും, പ്രതിഭകളെ ആദരിക്കലുണ്ടാകും, വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കല്, അതേപോലെ സ്ത്രീ ശാക്തീകരണ പരിപാടി, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഗ്രാമസഭയിൽ ചർച്ച ചെയ്യും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ സ്വപ്നമാണ്. ഗാന്ധിജിയുടെ സ്വപ്നം എന്താണ്? ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് അല്ലെ, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി. അതേപോലെ തന്നെ അദ്ദേഹമാണ് ഗ്രാമ സ്വരാജ് എന്നുള്ളത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പഞ്ചായത്ത് രാജ് എന്നുള്ളത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് നെഹ്റു ആണ്. പക്ഷെ ഗ്രാമ സ്വരാജ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണ്. ഗ്രാമ സ്വരാജ് അല്ലെ, ഗ്രാമ സ്വരാജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്താണ്? ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം നൽകുക. അപ്പൊ ഗാന്ധിജിയുടെ സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. കാരണം ഇതേ സെന്റൻസ് ഇതേപോലെ തന്നെ എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല, കാരണം ഈ ഗ്രാമ സ്വരാജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം ഗാന്ധിജിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. എങ്കിലും ഞാനതൊന്ന് വായിക്കാം. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമ സ്വരാജ്
മുഖ്യ ആവശ്യങ്ങൾക്കു വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. എന്താണ് എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി, മുഖ്യ ആവശ്യങ്ങൾ എന്താണ്, ഒരു മനുഷ്യന്റെ മുഖ്യ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം, വസ്ത്രം, അല്ലെ? ഇതൊക്കെയാണ് മുഖ്യ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അപ്പോൾ ഈ മുഖ്യ ആവശ്യങ്ങൾ ഭക്ഷണത്തിനോ വസ്ത്രത്തിനൊന്നും വേണ്ടി ഒരു കാരണവശാലും അയൽക്കാരെ ആശ്രയിക്കാൻ പാടില്ല. അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവരും, ഇനി ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം, അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം മറ്റുള്ളവരുമായിട്ട് പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് ആര് സ്വപ്നം കണ്ടിട്ടുള്ളത്? ഗാന്ധിജി സ്വപ്നം കണ്ടിട്ടുള്ളത്. മെയിനായിട്ട് ഇതാണ്. അതായത് ഒരിക്കലും നമ്മുടെ മുഖ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിനോ വസ്ത്രത്തിനൊന്നും വേണ്ടി നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ആശ്രയിക്കാൻ പാടില്ല. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണം, അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റാരെയും ആശ്രയിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഗാന്ധിജി പറയുന്നത്? ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളയും തുണിക്ക് ആവശ്യമായിട്ടുള്ള പരുത്തി വിളയുടെ വർദ്ധിപ്പിക്കലും ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഗ്രാമങ്ങളുടെയും പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് ഭക്ഷ്യവിള വർദ്ധിപ്പിക്കുക, അതേപോലെ തുണിക്ക് ആവശ്യമായിട്ടുള്ള പരുത്തി വിള വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. അല്ലാതെ വാണിജ്യ വിളകളോ മറ്റ് വ്യവസായങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല. ഓരോ ഗ്രാമങ്ങളും മറ്റു ഗ്രാമങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. അങ്ങനെ ആശ്രയിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവിള വർദ്ധിപ്പിക്കുക, വസ്ത്രത്തിന് ആവശ്യമായിട്ടുള്ള പരുത്തി വിളയോ വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് തന്നാലൊക്കെ നമുക്ക് സംശയമാവും, അല്ലെ? മറ്റ് വിളകളൊന്നും ചെയ്യാതെ ഒരു ഗ്രാമത്തിന്റെ പ്രധാന താല്പര്യം എന്ന് പറയുന്നത് ഭക്ഷ്യവിള ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ പരുത്തിവിള വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയം വരും. പക്ഷെ ഗാന്ധിജി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലം വേണം, അതേപോലെ പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വേണം, വിനോദശാലകളും വേണം. ഇനി കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കാം. മനസ്സിലായോ? കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ മാത്രം മറ്റു വിളകളൊക്കെ വിളയിച്ചെടുക്കാം. നമുക്ക് സമ്പാദ്യത്തിന് കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വിളയിച്ചെടുക്കാം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പൊ ഗാന്ധിജി പറയുന്നതിലെ മെയിൻ ആശയം എന്ന് പറയുന്നത് ഒരു ഗ്രാമം എല്ലാ ഉൽപ്പന്നങ്ങളും, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കാം, മറ്റു ഗ്രാമങ്ങളെ ആശ്രയിക്കാതിരിക്കുക. ഇനി ആശ്രയിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത്രയും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശ്രയിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? ഓരോ ഗ്രാമങ്ങളും ഭക്ഷ്യവിളയും അതുപോലെ തന്നെ വസ്ത്രത്തിന് ആവശ്യമായിട്ടുള്ള പരുത്തി വിളയുമാണ് മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇനി കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ മറ്റു വിളകൾ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലം കണ്ടെത്തണം, മുതിർന്നവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. ഇതൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, ഗാന്ധിജി കണ്ട സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്ത് വേണം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഗാന്ധിജി പറഞ്ഞത് ഗ്രാമ സ്വരാജാണ്, അല്ലെ? ഓരോ ഗ്രാമങ്ങളും സ്വയംഭരണമായിരിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ അടുത്ത പേജിലെ പാരഗ്രാഫ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അപ്പം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്, ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജപുരോഗതി സാധ്യമാകൂ എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കാവുന്നോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമമായതിനാല് പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. സ്വയംഭരണ ഗവൺമെന്റ്, അത് ശ്രദ്ധിക്കുക സ്റ്റേറ്റ്മെന്റ്, സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്, അല്ലെ? ഗ്രാമ സ്വരാജ്, ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? സ്വയംഭരണ ഗവൺമെന്റ് വരണം. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. അപ്പൊ ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിലാക്കുന്നതിനുള്ള മാർഗം എന്താണ്? അധികാര വികേന്ദ്രീകരണമാണ്.
ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്നുള്ള സങ്കല്പം പൂർണ്ണമാകുന്നത്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞിരിക്കണം. കാരണം ഇതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞു. ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഇനി ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് എത്രത്തോളം അധികാരം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അത് ജനങ്ങൾക്ക് ക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജ് എന്ന പദം ഉപയോഗിച്ചത്. മനസ്സിലായോ? സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി കണ്ട സ്വപ്നമായിട്ടുള്ള ഗ്രാമസ്വരാജ് നടപ്പിലാക്കുന്നതിനുള്ള മാർഗം എന്താണ് ഓപ്ഷൻസ് തരും. എന്താണ് അത്? അധികാര വികേന്ദ്രീകരണമാണ്. ഗാന്ധിജി കണ്ട സ്വപ്നമായിട്ടുള്ള ഗ്രാമസ്വരാജ് നടപ്പിലാക്കുന്നതിനുള്ള മാർഗം അധികാര വികേന്ദ്രീകരണമാണ്. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടാം, അല്ലെ? പവർ, തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറും അതേപോലെ തന്നെ നടപ്പിലാക്കാനുള്ള പവറും എല്ലാം ജനങ്ങളിലേക്ക് കൂടി കൈമാറുക. അതാണ് അധികാര വികേന്ദ്രീകരണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളതും ഈ അധികാര കേന്ദ്രീകരണത്തെ കുറിച്ചിട്ടും അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചിട്ടാണ്. എന്താണ് അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ വാക്കിൽ തന്നെയുണ്ട്, അധികാരം കേന്ദ്രീകരിച്ചിരിക്കുക. അതായത് തീരുമാനം എടുക്കാനുള്ളതാണെങ്കിലും അത് നടപ്പിലാക്കാനുള്ളതുമാണെങ്കിലും ആ അധികാരങ്ങളൊക്കെ ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുക. അതിനെയാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടില് എല്ലാ അധികാരങ്ങളും അച്ഛനാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ് അവിടെ നടപ്പിലാകുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് അധികാര കേന്ദ്രീകരണമാണ്. അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനും ഇപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ് വരുന്നത്? അവിടെ അധികാര വികേന്ദ്രീകരണമാണ്, അല്ലെ? അവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റും. അച്ഛനും പറയാം, അമ്മയ്ക്കും പറയാം, മക്കൾക്കും പറയാം, എല്ലാവർക്കും അഭിപ്രായം പറയാം. അപ്പൊ അവിടെ അധികാര വികേന്ദ്രീകരണമാണ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഇതിൽ വരുമ്പോഴും. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കുറെ പദ്ധതികൾ തയ്യാറാക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് കുറെ പദ്ധതികൾ തയ്യാറാക്കുന്നു, ഇവരിത് നടപ്പിലാക്കുന്നു. അതെന്താണ്? അവിടെ അധികാര കേന്ദ്രീകരണമാണ്. അതല്ലാതെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്, അവിടുത്തെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്ത് അതിൽ നിന്നും പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അത് അധികാര വികേന്ദ്രീകരണമാണ്. കൂടുതൽ മനസ്സിലാക്കാനാണെങ്കിൽ നമ്മുടെ നീതി ആയോഗും മുമ്പത്തെ പ്ലാനിംഗ് കമ്മീഷനും വെച്ച് നോക്കിയാൽ മതി. പണ്ട് നമ്മുടെ 5 ഇയർ പ്ലാനിൽ എന്താണ് ചെയ്തിരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ എടുക്കണമെങ്കിൽ അറിയാം, അത് കാർഷിക പദ്ധതിയാണ്. കാർഷിക മേഖലയ്ക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു, അല്ലെ? രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ വ്യവസായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് വ്യവസായിക മേഖലയിലേക്ക് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു. പക്ഷെ ഇങ്ങനെയാണോ ശരിക്കും വേണ്ടത്? അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അല്ലെ? ഇപ്പൊ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ചില പ്രദേശങ്ങൾ തീരപ്രദേശമായിരിക്കും, ചില പ്രദേശങ്ങൾ വനമേഖലയായിരിക്കും, അല്ലെ? ഈ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണോ ശരിക്കും വനമേഖലയിൽ നടപ്പിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഒട്ടും പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളാണോ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടപ്പിലാക്കേണ്ടത്, അല്ലെ? നമുക്കിപ്പോ നിങ്ങൾ എറണാകുളം നല്ല നല്ല തിരക്കുള്ള ഒരു കാക്കനാടോ അല്ലെങ്കിൽ പാലാരിവട്ടത്തോ കൊണ്ടുവന്നിട്ട് ഒരു കാർഷിക പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ സാധിക്കുമോ അവിടെ കൊണ്ടുവന്നിട്ട്? ഇല്ല, അല്ലെ? അതിനെന്താണ്? കാർഷിക പദ്ധതി നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ഥലം വേണം, അല്ലെ? അങ്ങനത്തെ ഒരുപാട്. അതുപോലെ തന്നെ ഒട്ടും വികസിതമല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് മെട്രോ സ്ഥാപിക്കണം. അവിടുത്തെ ആളുകൾ എവിടെ പോകാനാണല്ലേ? അല്ലെങ്കിൽ ഒട്ടും വികസിതമല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊട്ടും അവിടെ ആവശ്യമില്ലാത്ത സംഭവമാണ്, അത് അവരെ ബുദ്ധിമുട്ടിക്കലായിരിക്കും. അപ്പൊ ഓരോ സ്ഥലത്തിന്റെയും ഓരോ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ആ സംസ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ അവിടുത്തെ ഓരോ പ്രദേശങ്ങൾക്കും വേണ്ട ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞു. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ നേരത്തെ ആസൂത്രണ കമ്മീഷൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ നീതി ആയോഗ്. അവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ആ സംസ്ഥാനങ്ങൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ പറയുന്ന പദ്ധതികൾക്ക് അനുസരിച്ചാണ്, അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് അവിടെ പദ്ധതികൾ രൂപീകരിക്കപ്പെടുന്നത് പോലും. അപ്പോൾ ശരിക്കും അധികാര വികേന്ദ്രീകരണമാണ് വേണ്ടത്. അധികാരം ജനങ്ങൾക്ക് നൽകണം. ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് എന്ത്? ഗ്രാമസഭകൾ എന്ന് പറയുന്നത്.
നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഗ്രാമസഭകളിലാണ് ആ പ്രദേശത്തിന് വേണ്ട പ്രാദേശികമായിട്ടുള്ള വികസന പദ്ധതികൾ എന്തെല്ലാം വേണമെന്ന് ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നതും അവിടുത്തെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊതു കിണർ സ്ഥാപിക്കുകയാണ്, അല്ലെങ്കിൽ പൊതു ടാപ്പ്, പൊതുവായിട്ടുള്ള ജലസേചന പദ്ധതികൾ എന്തെങ്കിലും കൊണ്ടുവരാണ്, ബസ് സ്റ്റോപ്പ് കൊണ്ടുവരാണ്, നമ്മുടെ വഴിവിളക്കുകൾ കൊണ്ടുവരാണ്, ഇങ്ങനത്തെ അതുപോലെ റോഡുകൾ സംബന്ധിച്ചിട്ടുള്ള ഏത് റോഡ് ആണ് പുനർനിർമ്മിക്കേണ്ടത്, ഇങ്ങനത്തെ പദ്ധതികളെല്ലാം തന്നെ എവിടെയാണ് ചർച്ച ചെയ്യുന്നത്? ഗ്രാമസഭകളിലാണ് ചർച്ച ചെയ്യുന്നത് അല്ലെ. ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് അത് തീരുമാനമെടുത്തിട്ട് ആ റിപ്പോർട്ട് പഞ്ചായത്തുകളിലേക്ക് നൽകും. പഞ്ചായത്തുകൾ പിന്നീട് അത് അവിടെ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അവിടെ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തും അല്ലെ. അങ്ങനെയാണ് ഫൈനൽ പ്ലാൻ വരുന്നത്. അപ്പൊ അവിടെ നടപ്പിലാകുന്നത് എന്താണ്? ഏറ്റവും ഓരോ ഗ്രാമങ്ങളും അവരുടെ ആവശ്യങ്ങൾ പറയാണ്. ഈ ആവശ്യങ്ങളാണ് പിന്നീട് ഫൈനലായിട്ട് നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് അധികാര വികേന്ദ്രീകരണമാണ്. മറ്റേതാണെങ്കിലോ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കും, അവർ പറയും ഇത് നടപ്പിലാക്കാൻ പറയും, നടപ്പിലാക്കും. അത് അധികാര കേന്ദ്രീകരണമാണ്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ കുറച്ച് സവിശേഷതകൾ അവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം ലഭിക്കും, പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ സാധിക്കും അല്ലെ. ഓരോ പ്രദേശങ്ങളാണ് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് വികസനമാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഈ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ സാധിക്കും. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണപരിചയവും കൈവരുന്നു. എല്ലാവർക്കും അവിടെ പാർട്ടിസിപ്പേഷൻ ലഭിക്കില്ല. അപ്പൊ സ്ത്രീകൾക്കും ലഭിക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ലഭിക്കും. പാർശ്വവൽക്കരിക്കപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഭിന്നശേഷിക്കാരുണ്ടാവും, അതുപോലെ തന്നെ SC ST പിന്നെ നമ്മുടെ വൃദ്ധജനങ്ങൾ, അങ്ങനെ അവരെല്ലാവരെയാണ് കൂട്ടിയാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. പിന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, പ്രാദേശികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വികസനം ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കും. ഇതൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രത്യേകതകൾ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണപരിചയവും ലഭിക്കും എന്നുള്ളതും അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ പണ്ട് മുതൽ തന്നെ, പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ അധികാര വികേന്ദ്രീകരണം, അതായത് പഞ്ചായത്ത് സംവിധാനം നിലനിന്നിരുന്നു. പണ്ട് മുതൽ തന്നെ ഇവിടെ ഇത്തരത്തില് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും ഈ ഗ്രാമങ്ങൾക്കെല്ലാം ഗ്രാമതലവന്മാരും അല്ലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായവും ചോദിച്ചതിന് ശേഷമാണ് അവിടുത്തെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. ഇങ്ങനത്തെ അധികാര വികേന്ദ്രീകരണം പണ്ട് പുരാതന കാലം മുതൽക്ക് തന്നെ, നമ്മ വേദകാലഘട്ടം എന്നൊക്കെ പറയില്ലേ, ആ കാലഘട്ടം തൊട്ട് തന്നെ ഇവിടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം വേദകാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയാം. കാരണം ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന പല ആശയങ്ങളുണ്ടല്ലോ, അതായത് സ്ത്രീകൾക്ക് പ്രാധാന്യം. പണ്ട് കാലത്തൊക്കെ ഈ വേദകാലഘട്ടത്തിൽ സ്ത്രീകളെ ദേവിമാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒരുപാട് പ്രാധാന്യം ഈ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു വേദകാലഘട്ടത്തിൽ. പിന്നെ പിന്നെ പോകെയാണ് ഈ സ്ത്രീകൾക്കുള്ള ഈ പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ദേവദാസി സമ്പ്രദായം വന്നു. പിന്നെ അതും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീധനൊക്കെ വന്നതോടുകൂടിയിട്ട് പെൺമക്കൾ ഉണ്ടാകുക എന്നുള്ളത് ഈ അച്ഛനമ്മമാരെ സംബന്ധിച്ചൊരു ബാധ്യതയായി മാറി. എങ്ങനെയെങ്കിലും അല്ലെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക. അപ്പൊ ഗാർഹിക പീഡനങ്ങൾ കൂടി, അങ്ങനത്തെ പല അതിക്രമങ്ങളും കൂടിയത് അതിന് ശേഷമാണ്. പണ്ട് വേദകാലഘട്ടത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ ദേവിമാരായിട്ടാണ്, അവർ പൂജിക്കുന്ന അമ്മയായിട്ടാണ്, ദേവിയായിട്ടാണ് സ്ത്രീകളെ കണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് ഈ വേദകാലഘട്ടത്തിലും ഈ അധികാര വികേന്ദ്രീകരണവും പഞ്ചായത്ത് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്, പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നും ആയത്ത് എന്ന് പറഞ്ഞാൽ സമിതി എന്നാണ് അർത്ഥം. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നും ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം, സമ്മേളനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ 5 പേരുടെ സമ്മേളനം, അതായത് മെയിൻ ആയിട്ട് 5 പേര് ചേർന്നിട്ടാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഓരോ ഗ്രാമങ്ങളുടെയും ഭരണം നടത്തിയിരുന്നത് മെയിൻ ആയിട്ട് 5 പേര് ചേർന്നിട്ടായിരുന്നു. ഈ 5 പേരെയും തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ 5 പേര് ചേർന്നിട്ടല്ലേ നടത്തുന്നത്. അതുകൊണ്ടാണ് പഞ്ചായത്ത്, പഞ്ച് എന്ന് പറഞ്ഞാൽ 5 എന്നും ആയത്ത് എന്ന് പറഞ്ഞാൽ സമ്മേളനം എന്നും. അപ്പൊ ഈ 5 പേര് ചേർന്നിട്ട് നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ഈ പഞ്ചായത്ത് എന്നുള്ള പേര് വന്നത്. പിന്നെ ഈ വേദകാലഘട്ടം കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് ആകും തോറും ഈ അധികാര വികേന്ദ്രീകരണത്തിനൊക്കെ കുറച്ചും കൂടിയൊക്കെ മങ്ങലേൽപ്പിച്ചു. പക്ഷെ നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇത് മൊത്തമായിട്ട് തകർന്ന തരിപ്പണമായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടി അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് ഇല്ലാതായി. പിന്നെ ഇതിനൊരു ഒരു ഉണർവ് ഉണ്ടാകുന്നത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ആരുടെ കാലഘട്ടത്തിലാണ്? റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. അതായത് ഈ റിപ്പൺ പ്രഭു 1882 ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ആ റെസൊല്യൂഷനിൽ എന്ന് വെച്ചാൽ ഇതുപോലെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കണം എന്നും
അധികാരം ഓരോ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഈ റെസൊല്യൂഷനിൽ ഈ പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. ആ ആക്ട് അല്ല, നിയമമല്ല, ഒരു പ്രമേയമാണ്. ആ പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രമേയത്തെ നമ്മുടെ മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. അതായത് നമ്മൾ സാധാരണ എന്തെങ്കിലും പുതുതായി തുടങ്ങുന്നത് ഒരു റിബൺ കട്ട് ചെയ്തുകൊണ്ടല്ലേ. അപ്പൊ അതുപോലെ ഇന്ത്യയിൽ പഞ്ചായത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തുടക്കം കുറിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ റിബൺ വെട്ടിക്കൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് കയറിയതെന്ന് ഇങ്ങനെ ഓർക്കുക. അപ്പൊ റിപ്പൺ അങ്ങനെ കിട്ടും. റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് PSC സ്ഥിരം ചോദിക്കാറുണ്ടായിരുന്നു, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. 1882 അദ്ദേഹം പാസ്സാക്കിയ ഒരു റെസൊല്യൂഷൻ ഉണ്ട്. അതുവഴിയാണ് ഇങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടണമെന്നും അധികാരം അവർക്ക് കൈമാറണം എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അത് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, വേദകാലഘട്ടം തൊട്ട് തന്നെ ഇവിടെ അധികാര വികേന്ദ്രീകരണം ഉണ്ടായിരുന്നു, പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. അത് ഓർക്കുക, പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നും ആയത്ത് എന്ന് പറഞ്ഞാൽ സമ്മേളനം എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. റിപ്പൺ പ്രഭു, അത് മറക്കരുതേ. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട് അല്ലെ. ഈ ആക്ട് വന്നതോട് കൂടിയിട്ട് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. അങ്ങനെ അത് വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. അതിനുശേഷം 1937 ഒരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളൊക്കെ ലഭിച്ചു. അപ്പൊ റിപ്പൺ പ്രഭുവിന്റെ പേര് മറക്കരുത്. 1882 മറക്കരുത്. പഞ്ചായത്ത് എന്നുള്ളത് ഒരു സംസ്കൃത പദമാണെന്ന് മറക്കരുത്. പഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നും ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം എന്നാണ് അർത്ഥം. അടുത്തത്, ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം, 1947 ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവന്നു ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടും. കാരണം അവർ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞത് ഇവിടെ ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ദാരിദ്ര്യമൊക്കെ മാറ്റാൻ വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവന്നു. അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് CDP പ്രോഗ്രാം എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. 1952 ഒന്നാമത്തെ 5 ഇയർ പ്ലാനിൽ ആരംഭിച്ചാണ്. ചോദിക്കാറുണ്ട് CDP പ്രോഗ്രാം ഏത് 5 ഇയർ പ്ലാനിൽ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും. അങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. അങ്ങനെ അത് വളരെ കുറെയൊക്കെ ഭയങ്കര ഇതോടുകൂടിയൊക്കെ നടപ്പിലാക്കി. പക്ഷെ എന്താ വെച്ചാല് ഇതിന് കുറെ ഫണ്ടൊക്കെ അനുവദിച്ചു, കുറെ ഓഫീസർമാരെയും കുറെ ഇതൊക്കെ നന്നായി നടപ്പിലാക്കാൻ വേണ്ടി കുറെ വർക്കേഴ്സിനെയൊക്കെ നിയമിച്ചു എന്നുണ്ടെങ്കിലും ഇത് വലിയ ഉദ്ദേശിച്ചത്ര സക്സസ് ഒന്നും ഈ പ്രോഗ്രാമിന് ഉണ്ടായില്ല. CDP പ്രോഗ്രാമിന്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് ഇവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വലിയൊരു പുരോഗതി ഇതിന് ഉണ്ടായില്ല, അല്ലെങ്കിൽ വലിയൊരു നേട്ടം ഇതിന് കൈവരിക്കാൻ സാധിച്ചില്ല ഈ പദ്ധതിക്ക്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയധികം ഫണ്ട് അനുവദിച്ചു, ഇതിനു വേണ്ടിയിട്ട് കുറെ ഓഫീസർമാരെയൊക്കെ നിയമിച്ചു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് ഈ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ സാധിക്കാഞ്ഞത് എന്നൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് 1957 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, 10 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിനെ നിയോഗിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിനെ നിയമിക്കും. അപ്പൊ 1957 എന്ന് പറയുമ്പോൾ അറിയാലോ, ഇവിടെ ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അങ്ങനെ നിയമിച്ചിട്ട് ഈ ബൽവന്ത് റായ് മേത്ത എന്തിനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത്? ഈ CDP പ്രോഗ്രാമിന്റെ തകർച്ചയ്ക്ക് കാരണം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ചല്ല ബൽവന്ത് റായ് മേത്ത അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ CDP പദ്ധതി വലിയ രീതിയിൽ വിജയം കാണാഞ്ഞത് എന്നാണ് ബൽവന്ത് റായ് മേത്ത അന്വേഷിക്കുന്നത്. അങ്ങനെ ബൽവന്ത് റായ് മേത്ത അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം കണ്ടുപിടിച്ചു കാരണം എന്താണ്?
ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് ഈ അധികാരം എന്ന് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ പണ്ടാണെങ്കിലും വിട്ടുകൊടുക്കാൻ ഭയങ്കര പ്രയാസമാണല്ലേ. അപ്പൊ ഈ അധികാരവും പവറും ഒക്കെ മുകളിലത്തെ ആൾക്കാർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുക. ഇവർ ജന്മന്റെ കാലം താഴേക്ക് കൊടുക്കില്ല. അപ്പൊ ഈ ഫണ്ടാണെങ്കിലും എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതാണെങ്കിലും എല്ലാണെങ്കിലും മുകൾ തട്ടിലുള്ളവർ മാത്രമാണ്. ഇതൊന്നും അടിയിലേക്ക് വരുന്നില്ല. ഈ മുകളിലുള്ളവർ കുറെ തീരുമാനമൊക്കെ എടുക്കും, അവരെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും, ബാക്കിയുള്ള ഫണ്ടും സംഭവങ്ങളൊക്കെ ഇവർ തന്നെ കുറെ കൈയിട്ട് വാരും. അല്ലാതെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. സാധാരണ ജനങ്ങളിലേക്ക് ഈ പദ്ധതികൾ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അധികാര വികേന്ദ്രീകരണം വേണം എന്നുള്ള കാര്യം ബൽവന്ത് റായ് മേത്ത തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. 1957 ഈ കമ്മിറ്റിനെ നിയമിക്കുന്നത്. 1957 തന്നെ ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 3 തലത്തിലുള്ള പഞ്ചായത്ത് സംവിധാനം വേണം. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇമ്പോർട്ടന്റ് ആണ്. ബൽവന്ത് റായ് മേത്ത പറഞ്ഞ കാര്യം ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണം. അപ്പൊ ത്രിതലം എന്ന് പറയുമ്പോൾ 3 തലം അല്ലേ? ഇപ്പോഴും 3 തലം തന്നെയാണ്. ഇപ്പോഴുള്ള 3 തലം ഏതാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. പക്ഷെ അന്ന് പേരുകൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന് പകരം പഞ്ചായത്ത് സമിതി എന്നാണ് പേര് നൽകിയിരുന്നത്. പഞ്ചായത്ത് സമിതി. അതേപോലെ ജില്ലാ പഞ്ചായത്ത് എന്നതിന് പകരം ജില്ലാ പരിഷത്ത് എന്നുള്ളതുമായിരുന്നു. ആ പേരുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനം തന്നെയാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത്. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, തൊട്ടുമുകളിൽ പഞ്ചായത്ത് സമിതി, ഏറ്റവും മുകളിൽ ജില്ലാ പരിഷത്ത്. പേരിപ്പൊ തന്നെ പഠിച്ചു പോകാം. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, തൊട്ടുമുകളിൽ പഞ്ചായത്ത് സമിതി, ഏറ്റവും മുകളില് ജില്ലാ പരിഷത്ത്. ഇങ്ങനെ 3 തലത്തിലുള്ള പഞ്ചായത്ത് സംവിധാനം വേണം. ഇനി ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്തുകൾ വഴിയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷെ ഈ പദ്ധതികൾ നടപ്പിലാക്കേണ്ട അധികാരം ആർക്കാണ്? ഇത് നടപ്പിലാക്കേണ്ട അധികാരം തൊട്ടുമുകളിൽ ഇരിക്കുന്ന പഞ്ചായത്ത് സമിതിക്കാണ്. പഞ്ചായത്ത് സമിതിക്കാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ മേൽനോട്ടം ആർക്കാണ്? ഇതിന്റെ മേൽനോട്ടം അതിനു മുകളിലുള്ള ജില്ലാ പരിഷത്തിനാണ്. അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. 3 സ്ട്രക്ചറായിട്ട് നൽകി. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത് വഴിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? അതിന് തൊട്ടു മുകളിൽ ഇരിക്കുന്ന പഞ്ചായത്ത് സമിതിക്കാണ്. ഇതിന്റെ മേൽനോട്ടം ആർക്കാണ്? മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്, അതിന്റെ മുകളിലിരിക്കുന്ന ജില്ലാ പരിഷത്തിനുമാണ്. ഇനി ഇലക്ഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഡയറക്റ്റ് ഇലക്ഷൻ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് വേണ്ടത്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് ആളുകളെ തെരഞ്ഞെടുക്കുക. അതാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ പഞ്ചായത്ത് സമിതിയിലും ജില്ലാ പരിഷത്തിലും ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അതായത് പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ വ്യക്തികള് ആരെ തെരഞ്ഞെടുക്കാം? മറ്റൊരു തെരഞ്ഞെടുക്കാം. നമ്മുടെ ഇവിടെ ഇപ്പൊ നമ്മൾ രാജ്യസഭയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ ആണോ അല്ലെങ്കിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണോ? അല്ലല്ലോ, പരോക്ഷ തെരഞ്ഞെടുപ്പല്ലേ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നമ്മളാണോ തെരഞ്ഞെടുക്കുന്നത്? അല്ല അല്ലെ. നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഈ ഇവിടേക്ക് പോകുന്നത്, ഈ രാജ്യസഭയിലേക്ക് പോകുന്നത്. പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പല്ലല്ലോ, പരോക്ഷല്ലേ. അപ്പൊ അത്തരത്തില് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. അതായത് പ്രത്യക്ഷം ജനങ്ങൾ നേരിട്ട് ആളുകളെ തെരഞ്ഞെടുക്കും. എന്നാൽ നമ്മുടെ പഞ്ചായത്ത് സമിതിയിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അതായത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, അവര് തെരഞ്ഞെടുക്കും ആരൊക്കെ വേണം ഈ പഞ്ചായത്ത് സമിതിയിലേക്ക് പോകണം, ആരൊക്കെ വേണം ജില്ലാ പരിഷത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ബൽവന്ത് റായ് മേത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണം. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, തൊട്ടുമുകളിൽ പഞ്ചായത്ത് സമിതി, ഏറ്റവും മുകളിൽ ജില്ലാ പരിഷത്തും. പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വഴിയാണ്. എന്നാൽ ആ പ്രവർത്തനങ്ങളുടെ പ്ലാനിങ്ങിന്റെ അധികാരം തൊട്ടുമുകളിലിരിക്കുന്ന പഞ്ചായത്ത് സമിതിക്കാണ്. ഈ പദ്ധതികളുടെ മേൽനോട്ടവും സംഘാടനവും ഏറ്റവും മുകളിലിരിക്കുന്ന ജില്ലാ പരിഷത്തിനുമാണ്. ഇനി ഇലക്ഷനെ കുറിച്ച് പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ പഞ്ചായത്ത് സമിതിയിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് ബൽവന്ത് റായ് മേത്ത പറഞ്ഞത്. ഇനി ഇതിനൊക്കെ ശേഷം ഈ 57 ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞു, അങ്ങനെ പഞ്ചായത്ത് രാജ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ ഇതിനൊന്നും ഭരണഘടനാ സാധ്യതയൊന്നും ഇല്ലല്ലോ. 57 ഇങ്ങനെ പറഞ്ഞിട്ട് 59 നമ്മുടെ രാജസ്ഥാനിൽ നാഗൂർ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അവിടെ ഇപ്പൊ ആദ്യമായിട്ട് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ്. 1959 ഒക്ടോബർ 2 നമ്മുടെ
അപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഉദ്ഘാടനം ചെയ്തു. എവിടെ? രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റില് 1959 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ 59 തന്നെ ആന്ധ്രാപ്രദേശിൽ വന്നു. തുടർന്ന് നമ്മുടെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. പക്ഷേ ഇതൊന്നും എല്ലാ സംസ്ഥാനങ്ങളിലും വന്നിട്ടില്ല. അത് മാത്രമല്ല ഇതൊന്നും അത്ര എഫക്റ്റീവ് ആയിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു 1977 ഒക്കെ ആയ സമയത്ത് ഇവിടെ നമ്മുടെ ഈ കോൺഗ്രസ് ഇത് താഴെ ഇറങ്ങിയില്ലേ, മന്ത്രിസഭ താഴെ വീണു. അതിനുശേഷം ജനതാ ഗവൺമെന്റ് വന്നു. ആരുടെ നേതൃത്വത്തിൽ? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ് അശോക് മേത്ത കമ്മിറ്റി? അപ്പൊ നമ്മുടെ ജനതാ ഗവൺമെന്റ് ആണ് അശോക് മേത്ത കമ്മിറ്റിയെ നിയമിക്കുന്നത്. അത് 1977 വീണ്ടും 20 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടി 10 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത് 1957. പിന്നെ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഏത് കമ്മിറ്റി വരുന്നത്? നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി വരുന്നത്. 1977 ഈ കമ്മിറ്റിനെ നിയമിക്കുന്നത്. അവർ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് 1978. മനസ്സിലായോ? ബൽവന്ത് റായ് മേത്ത 1957 നിയമിച്ചു. 57 തന്നെ അവർ റിപ്പോർട്ടും കൊടുത്തു. പക്ഷേ അശോക് മേത്ത കമ്മിറ്റിയുടെ കേസിൽ 77 നിയമിച്ചത്, 78 അവർ റിപ്പോർട്ട് കൊടുത്തത്. അപ്പൊ ഈ അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? അവർ പറഞ്ഞു 3 ടയർ സ്ട്രക്ചർ വേണ്ട, 3 ഇതൊന്നും വേണ്ട, ടയറൊന്നും വേണ്ട, നമുക്ക് എന്ത് മതി? ദ്വിതലം മതി, 2 തലം മതി, ദ്വിതല പഞ്ചായത്ത് സംവിധാനം മതി. ഒന്നിന്റെ പേര് മണ്ഡൽ പഞ്ചായത്തെന്നും മറ്റേതിന്റെ പേര് ജില്ലാ പരിഷത്തെന്നും. മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തെന്നുമാണ് ഇവർ പേര് നൽകിയത്. പിന്നെ കൂടുതൽ അധികാരങ്ങളും ഇവർ ജില്ലാ പരിഷത്തിന് നൽകി. കൂടുതൽ അധികാരങ്ങളും അശോക് മേത്ത കമ്മിറ്റി ജില്ലാ പരിഷത്തിനാണ് നൽകിയത്. അതായത് ആസൂത്രണവും അതിന്റെ ചുമതലകളും എല്ലാം ജില്ലാ പരിഷത്തിനാണ് നൽകിയത്. ഈ ഗ്രാമങ്ങളുടെ ചുമതലയാണ് മണ്ഡൽ പഞ്ചായത്തുകൾക്ക് നൽകിയത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവർ സംവരണത്തെ കുറിച്ച് പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം നൽകണം എന്നുള്ള കാര്യം അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു. പിന്നെ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. അതായത് ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഈ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ഭരണഘടനയിലും കൂടി ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ശരിക്കും ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LM സിംഗ്വി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. LM സിംഗ്വി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് അശോക് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LM സിംഗ്വി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അതിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ അശോക് മേത്ത കമ്മിറ്റിയിലും ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകേണ്ടതിനെ കുറിച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തൊക്കെ 2 കമ്മിറ്റിനെയും കുറിച്ച് പഠിക്കണം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. 1957 1977 റിപ്പോർട്ട് കൊടുത്തതാണ് അശോക് മേത്ത കമ്മിറ്റി 1978. ഇപ്പുറത്ത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 3 ടയർ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് അശോക് മേത്ത കമ്മിറ്റി 2 ടയർ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. 3 ടയറിൽ ഏതൊക്കെയാണ് വരുന്നത്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞു. പിന്നെ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടക്കുക, പരോക്ഷ തെരഞ്ഞെടുപ്പാണ് ജില്ലാ പരിഷത്തിലേക്കും പഞ്ചായത്ത് സമിതിയിലേക്കും നടക്കാം. അതുപോലെ തന്നെ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുഖേനയാണെങ്കിലും അതിന്റെ അധികാരങ്ങൾ എവിടേക്കായിരിക്കും? പഞ്ചായത്ത് സമിതിക്കായിരിക്കും, മേൽനോട്ടം ജില്ലാ പരിഷത്തിനായിരിക്കും. ഇനി അശോക് മേത്ത കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അധികാരം നൽകിയിരിക്കുന്നത് ജില്ലാ പരിഷത്തിനാണ്. അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത് ജില്ലാ പരിഷത്തിനാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് കുറച്ച് പാടാണ് ഈ സംഭവം, കാരണം ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ SCERT ബുക്കിലും കൂടി ഈ ടോപ്പിക് ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ പോയിന്റുകൾ പഠിച്ചിരിക്കണം. ഇത് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ എടുത്ത് ചോദിക്കും. അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ PSC എക്സാമിന് ചോദിക്കും. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അവിടെ ബോക്സിൽ കൊടുത്തത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്, അല്ലെ? രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ കേരളത്തിൽ 3 ടയർ സ്ട്രക്ചർ ആണ് അല്ലെ, ഗ്രാമപഞ്ചായത്ത്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത്. എന്നാൽ തമിഴ്നാട്ടിൽ ഇത് 2 ടയറേ ഉള്ളൂ. ജസ്റ്റ് അറിയാൻ വേണ്ടി വെറുതെ പറഞ്ഞെന്നുള്ളൂ. പശ്ചിമ ബംഗാളിലാണെങ്കിൽ ഇത് 4 ടയർ ഉണ്ട്, 4 ടയർ സ്ട്രക്ചർ ആണ്. ഇതിലൊന്നും പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു LMCV കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇതിനെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭേദഗതിയിലൂടെ മാത്രമേ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ ഈ പഞ്ചായത്തുകളെ പറ്റി ആദ്യം ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഫസ്റ്റ് ടൈമിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അംബേദ്കറിന് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, കാരണം ആ സമയത്ത് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു. അപ്പൊ ഈ ജാതി വ്യവസ്ഥ കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരു വ്യക്തിയാണ് അംബേദ്കർ എന്ന് പറയുന്നത് അല്ലെ. അംബേദ്കർ എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. നല്ല വിദ്യാഭ്യാസവും ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും കൂടിയിട്ട് സമൂഹത്തിൽ ഈ ജാതിയുടെ പേരിൽ പലതരത്തിലുള്ള അവഗണനകൾ നേരിടേണ്ട വന്ന വ്യക്തിയാണ് അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് അദ്ദേഹം ചിന്തിച്ചത്, ഇത്തരത്തിൽ അധികാരം വികേന്ദ്രീകരിച്ച് താഴെക്കിടയിലേക്ക് നൽകിക്കഴിഞ്ഞാൽ ഈ അധികാരം എത്തിച്ചേരാൻ മിക്കപ്പോഴും സവർണറിലേക്കായിരിക്കും. കാരണം അവരാണല്ലോ വിദ്യാഭ്യാസം ഉള്ളത്. അപ്പൊ അധികാരം വികേന്ദ്രീകരിച്ച് നൽകുമ്പോൾ ഈ അധികാരം അവസാനം താഴെ തട്ടിലെത്തുമ്പോൾ അത് സവർണറിലേക്ക് എത്തിച്ചേരും. അപ്പൊ എന്താണ്, ഈ അവർണർ, താഴെക്കിടയിലുള്ളവർ അല്ലെ, താഴ്ന്ന ജാതിക്കാർ കൂടുതൽ അവിടെ ദ്രോഹിക്കപ്പെടും. അധികാരങ്ങൾ മുഴുവൻ അപ്പോഴും സവർണർ വെച്ച് അനുഭവിക്കും. അപ്പൊ അത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താതെയാണ് ആദ്യം അവതരിപ്പിച്ചത്. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും ഒരുപാട് ഒച്ചയും ബഹളവും പ്രശ്നങ്ങളും അല്ലെ, ഇതുകളൊക്കെ നമ്മുടെ സംവാദങ്ങളൊക്കെ എന്തിലുണ്ടായി, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായി. അങ്ങനെ ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവസാനം ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലേ, അതായത് നിർദ്ദേശക തത്വങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം പുരോഗതിയിലേക്ക് എത്തും, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് അല്ലെ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ. ഇനി പഠിക്കാത്തവർ പേടിക്കേണ്ട, പഠിച്ചവർക്ക് അറിയായിരിക്കും അല്ലെ. നിർദ്ദേശക തത്വങ്ങളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ ആർട്ടിക്കിൾ 40 കൊണ്ടുവന്ന് ഉൾപ്പെടുത്തിയത്. പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 40 കൊണ്ടുവന്ന് ഉൾപ്പെടുത്തി. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പഞ്ചായത്തുകൾ വേണമെങ്കിൽ രൂപീകരിക്കാം എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ശരിക്കും ഇത് പഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്നുള്ള നിർബന്ധമാക്കിക്കൊണ്ട് ഇതിൽ ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് വർഷമാണ്? 1992 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സംവിധാനവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക സംവിധാനവും ഇന്ത്യയിൽ കൊണ്ടുവന്നു അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, സിമ്പിൾ അല്ലേ, ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്ക് അതൊന്നും ബുദ്ധിമുട്ടല്ല. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1992 പഞ്ചായത്ത് രാജ് സംവിധാനവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക സംവിധാനവും ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് ബുക്കിൽ 2 ബോക്സ് ആയിട്ട് 73 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടും 74 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചും തന്നിട്ടുണ്ട്. 73 ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതും 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനം അല്ലെ, നഗരങ്ങളിലെ കാര്യം, നഗരപാലിക സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ 73 ഭരണഘടനാ ഭേദഗതിയും 74 ഭരണഘടനാ ഭേദഗതിയിലെയും വരുന്ന കാര്യങ്ങൾ പഠിക്കാൻ സിമ്പിളാ. 2 കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. 2 കാര്യം വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നഗരപാലിക സംവിധാനത്തിൽ ഗ്രാമസഭകൾക്ക് പകരം എന്തായിരിക്കും? വാർഡ് സഭകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നഗരപാലിക സംവിധാനത്തിൽ വാർഡ് സഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ത്രിതലമാണ് ഉള്ളത് അല്ലെ, ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഉള്ളത്. ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. എന്നാൽ ഈ നഗരപാലിക സംവിധാനത്തിൽ 2 തരത്തിലുള്ള നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. 2 തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് നഗരപാലിക സംവിധാനത്തിലുള്ളത്. ഒന്നാമത്തത് നഗർ പഞ്ചായത്തും രണ്ടാമത്തത് മുനിസിപ്പൽ കൗൺസിലും. നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഇത് കേരളത്തിൽ അറിയപ്പെടുന്നത് ഒന്ന് മുനിസിപ്പാലിറ്റി ഒന്നും മറ്റൊന്ന് കോർപ്പറേഷൻ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഈ 2 പേരുകളിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 3 തലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നഗരപാലിക സംവിധാനത്തിൽ 2 ഉള്ളൂ.
ഏതൊക്കെയാണത്? നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ അതിന്റെ പേരെന്താണ്? മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നുമാണ് പേര്. ഇനി ബാക്കിയെല്ലാം സെയിം ആണ്. കാലാവധി 2 സ്ഥലത്തും 5 വർഷം തന്നെയാണ്. 2 സ്ഥലത്തും പട്ടികജാതി പട്ടികവർഗ സംവരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. 2 തലത്തിലും വനിതാ സംവരണം ഉണ്ട്. അതേപോലെ തന്നെ 2 സ്ഥലത്തും ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലാണെങ്കിലും നഗരപാലിക സംവിധാനത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ ഉണ്ട് അല്ലെ, ഇല്ലേ? ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ 2 തരത്തിലും ഉണ്ട്. 2ന്റെയും കാലാവധി 5 വർഷം തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയിലും 74-ാം ഭരണഘടനാ ഭേദഗതിയിലും പറയുന്നത്. എന്തൊക്കെയാണ്? 73 എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. പിന്നെ ഭരണത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. വനിതാ സംവരണമുണ്ട്, പട്ടികജാതി പട്ടികവർഗ സംവരണം ഉണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേപോലെ തന്നെ ധനകാര്യപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം നോക്കാൻ ധനകാര്യ കമ്മീഷനുണ്ട്, സംസ്ഥാന ധനകാര്യ കമ്മീഷനുണ്ട്. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് വരുമ്പോൾ മറ്റോടത്ത് ഗ്രാമസഭകളെ കുറിച്ച് പറഞ്ഞതിന് പകരം ഇവിടെ വാർഡ് സഭകളാണ്. ഗ്രാമം എന്നതിന് പകരം വാർഡാണ്. നഗരം എന്നൊക്കെ ഉണ്ടാവും കേട്ടോ, അത് എഴുതി വെക്കരുത്. നമ്മുടെ ഗ്രാമസഭകൾക്ക് പകരം നഗരപാലിക സംവിധാനത്തിൽ വാർഡ് സഭകളാണ്. വാർഡ് സഭകളുടെ രൂപീകരണം. പിന്നെ 2 തലമാണ്. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. 2 തരത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് നഗരങ്ങളിലുള്ളത്. ഒന്ന് നഗർ പഞ്ചായത്തും രണ്ടാമത്തത് മുനിസിപ്പൽ കൗൺസിലും. നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. കേരളത്തിൽ അതിന്റെ പേര് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നുമാണ്. പിന്നെ പറഞ്ഞത് നമ്മുടെ ഭരണ കാലാവധി 5 വർഷം തന്നെ. വനിതാ സംവരണം ഉണ്ട്, പട്ടികജാതി പട്ടികവർഗ സംവരണം ഉണ്ട്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ നിലവിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ഭരണഘടനാ ഭേദഗതിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. കുറച്ചും കൂടിയും കാര്യങ്ങൾ നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്. അത് നമ്മൾ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കും. ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. ഈ ഗ്രാമസഭകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് 243A, അതുപോലെ ഈ നമ്മുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്, ഗ്രാമപഞ്ചായത്തുകളിലെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് 243I, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 243K. ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ, ഭരണഘടന എടുക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇനി അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ്. നമുക്കറിയുന്നത് തന്നെയാണ് അല്ലെ, കേരളത്തിൽ എങ്ങനെയാണ് ഏറ്റവും നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, തൊട്ടുമുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന്റെ മുകളിൽ ജില്ലാ പഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തിലേക്ക് വരുമ്പോൾ മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷൻ അല്ലെ. മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷൻ. ഇനി അടുത്തത് ജനകീയാസൂത്രണം കേരളത്തിൽ, അതായത് കേരളത്തിൽ നടപ്പിലാക്കിയ നമ്മുടെ ഈ അധികാര വികേന്ദ്രീകരണം ഉണ്ടല്ലോ, അതാണ് ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജനകീയാസൂത്രണം, ജനങ്ങൾ ആസൂത്രണം ചെയ്യുക അല്ലെ. അപ്പൊ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണമാണ് ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രാദേശിക സംവിധാനത്തിൽ കൂടുതൽ അധികാരങ്ങളൊക്കെ ആർക്ക് നൽകാണ്? ജനങ്ങൾക്ക് നൽകാണ് അല്ലെ. അധികാരങ്ങളും ചുമതലകളെല്ലാം ജനങ്ങൾക്ക് നൽകാണ്. അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുക, സ്ഥാപനങ്ങൾ, ഫണ്ടുകൾ ഒക്കെ എന്താണ് ഈ ജനകീയാസൂത്രണം വഴി ലഭ്യമാക്കി. ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഈ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് നമ്മുടെ ഈ ബൽവന്ത് റായ് മേത്ത പറഞ്ഞ പ്രകാരമുള്ള ഈ അധികാര വികേന്ദ്രീകരണം, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള അധികാര വികേന്ദ്രീകരണം കൃത്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇനി ഇതിന്റെ ഫലമായിട്ട് എത്ര ശതമാനം സംവരണമാണ് സ്ത്രീകൾക്ക് പഞ്ചായത്തുകളിൽ നൽകിയിട്ടുള്ളത്? 33% സംവരണമാണ് സ്ത്രീകൾക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ ഇത് 50%. കേരളത്തിൽ എത്ര ശതമാനമാണ് സ്ത്രീകൾക്ക് സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ? 50% സ്ത്രീ പ്രാതിനിധ്യം എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിലുള്ളത്.
ഇത് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നത്. 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% ഉയർത്തിയത്. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതികൾ ഒരു ഇത്ര ഫണ്ട് അനുവദിക്കുമല്ലോ, ആ ഫണ്ടിന്റെ 10% സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുമുണ്ട്. അങ്ങനെ കാര്യക്ഷമമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് നമ്മൾ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എത്ര ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവരണം? 33% അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോകസഭയിലും, കാരണം ഓൾറെഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 33% സംവരണം സ്ത്രീകൾക്കുണ്ട്. അതിനു പുറമെ ലോകസഭയിലും നിയമസഭയിലും കൂടി ഇതുപോലെ തന്നെ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ 106ാമത്തെ ഭരണഘടനാ ഭേദഗതി. നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 106ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇത് അതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ 33% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇത് 50%. കേരളത്തിൽ എത്ര ശതമാനമാണ്? 50% സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഇത് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് കേരളത്തിൽ നിലവിൽ വന്നത്. 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് കേരളത്തിൽ വന്നത് എന്നും കൂടി ഓർത്തു വെക്കുക. 50% എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 5 അല്ലെ 5-0 ആണല്ലേ. അപ്പൊ 2005 ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. 50% സംവരണം കേരളത്തിൽ കൊണ്ടുവന്നത് 2005 ഭരണഘടന 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ്. പിന്നെ അതിന് പുറമെ തന്നെ എന്താണ്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള മൊത്തം ഫണ്ടിന്റെ 10% വിഹിതം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികൾക്കായിട്ടും കേരളം മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യക്ഷമമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്തൊക്കെ സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, പഠിക്കണം. ഒന്നാമത്തത് ജനന മരണ രജിസ്ട്രേഷൻ. നമുക്കറിയാലോ, ജനന മരണം എന്ന് മാത്രമല്ല വിവാഹ രജിസ്ട്രേഷൻ അല്ലെ. നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ, വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അതധികം ജനനവും മരണവും നമുക്ക് അറിയില്ലെങ്കിലും വിവാഹം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വിവാഹ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പഞ്ചായത്തുകളിൽ പോയിട്ടുള്ളവർക്ക്. ഇനി കുട്ടികൾ ഉണ്ടായിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അതും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് പഞ്ചായത്ത് വഴിയാണ് അല്ലെ. ഇപ്പൊ നമ്മൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് ഓൺലൈനായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കാൻ സാധിക്കും. പണ്ട് അങ്ങനെയല്ല, നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. അതേപോലെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് അല്ലെ. പിന്നെ പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യുക. മാതൃശിശു വികസനം, പിന്നെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ. കെട്ടിട നിർമ്മാണത്തിന് നമ്മുടെ ഒരു വീട് വെക്കുകയാണെങ്കിലും അല്ല എന്ത് കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അതിനുള്ള അപേക്ഷ എവിടെ കൊടുക്കണം? പഞ്ചായത്തിൽ കൊടുക്കണം അല്ലേ. ഇനിയിപ്പോ നമ്മൾ നെൽവയൽ നികത്തിയിട്ടാണെങ്കിൽ മാത്രമാണ് അത് എന്തിനു കൊടുക്കണം? നെൽവയൽ നികത്തിയിട്ടാണ് നമുക്ക് വീട് വെക്കേണ്ടതെങ്കിൽ അതിനുള്ള അപേക്ഷ നമ്മൾ കൃഷി ഓഫീസർക്കാണ് നൽകേണ്ടത്. അല്ലാതെ ബാക്കി എന്ത് കെട്ടിടം വെക്കുകയാണെങ്കിലും നമ്മൾ അതിനുള്ള അപേക്ഷ പഞ്ചായത്തിൽ കൊടുക്കും. പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് നോക്കും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഏതെങ്കിലും പൊതുവായിട്ടുള്ള ഏതെങ്കിലും റോഡുകൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെ, പഞ്ചായത്തിന്റെ റോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റോഡുകൾ പോകുന്നുണ്ടെങ്കിൽ ആ റോഡിൽ നിന്നും ഇത്ര അടി മാറിയിട്ട് വേണം നമ്മുടെ വീട് പണിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ കിണറും നമ്മുടെ വീടും തമ്മിലുള്ള അകലം, മറ്റുള്ള പറമ്പും ഇതൊക്കെ ആര് വന്ന് നോക്കും? നമ്മുടെ പഞ്ചായത്തിന് ആളുകൾ വന്ന് നോക്കും. അതിനൊക്കെ ശേഷമാണ് നമുക്ക് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് തരുള്ളൂ. അപ്പൊ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകല്. പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കലും എന്താണ്? അതായത് നിങ്ങളുടെ നാട്ടിൽ വലിയ കുളങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഞ്ചായത്ത് അത് സംരക്ഷിക്കും. അതിന് പടവ് കെട്ട അല്ലെ, അത് എന്താണ് മറ്റു രീതിയിൽ അതിൽ മലിനമാകുന്നുണ്ടെങ്കിൽ അതൊക്കെ പഞ്ചായത്തുകൾ ശ്രദ്ധിക്കും. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം, ഹരിതകർമ്മ സേനയൊക്കെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മാലിന്യം പഞ്ചായത്തുകളിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനം. പിന്നെ ഈ വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകല്.
വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകൽ, ഇതൊക്കെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലകളാണ്, അല്ലെങ്കിൽ അവർ നൽകുന്ന സേവനങ്ങളാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്രത്യേകിച്ച് ഓർത്തു വെക്കുക. ജനന മരണവും വിവാഹ രജിസ്ട്രേഷനും ഒക്കെ നമുക്ക് ഓർത്താ കിട്ടും. അതേപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകല്, പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ട്, അതുപോലെ തന്നെ മാതൃശിശു വികസനവും, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ മേൽനോട്ടവും മാതൃശിശു വികസനവും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അംഗനവാടികൾ മുഖേനയൊക്കെ ഒരുപാട് മാതൃശിശു വികസനത്തിനുള്ള ഒരുപാട് പദ്ധതികൾ അല്ലെ പഞ്ചായത്തുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ പോഷകാഹാരമായി ബന്ധപ്പെട്ടും അതുപോലെ ഗർഭിണികൾക്കായിട്ടുള്ള പദ്ധതികളും എല്ലാം പഞ്ചായത്തുകൾ വഴിയാണ് അംഗനവാടിയിൽ കൂടി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതൃശിശു വികസനം, പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കല്, മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ ഹരിത കർമ്മസേന ഓർത്താൽ മതി, നമുക്ക് കിട്ടും. മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് പഞ്ചായത്തുകളുടെ ഒരു സേവനമാണ്. പിന്നെ വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകല്, സ്ഥിതി വിവര കണക്കുകളൊക്കെ ശേഖരിക്കൽ, ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും സേവനങ്ങളുമാണെന്ന് ഓർത്തുവെക്കുക. ഇതായിട്ട് ഈ ഇപ്പൊ പറഞ്ഞ പദ്ധതികളെല്ലാം തന്നെ അല്ലെ, നമ്മളിപ്പോ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, അതേപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുക, മാതൃശിശു വികസനത്തിനുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരാം. ഇങ്ങനത്തെ ഒരുപാട് ഇതുകൾക്ക് എന്ത് വേണം? ഫണ്ട് വേണം അല്ലെ, പണം വേണം. ഇപ്പൊ നമ്മുടെ റോഡുകൾ, പ്രാദേശികമായിട്ടുള്ള റോഡ് നിർമ്മാണം, ഇതൊക്കെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുക. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ഫണ്ട് വേണം. അപ്പൊ ഈ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാണ് ഇവിടെ നമ്മുടെ ഒരു മുത്തശ്ശിയും മിഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട്, ഒരു സംഭാഷണമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് മിഴി എന്നുള്ള കുട്ടി ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശി മറുപടിയായി പറയുന്നുണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട്, ഈ പദ്ധതികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നും എന്ത് ലഭിക്കും? ഫണ്ടുകളും ലഭിക്കും, ഗ്രാന്റുകളും ലഭിക്കും. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, ആ നികുതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാട്ടോ. അത് തന്നെ എടുത്ത് ചോദിക്കും PSC. കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകൾ ലഭിക്കും അല്ലെ. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള രജിസ്ട്രേഷൻസിന് വേണ്ടി ഫീസുകൾ ലഭിക്കും. ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാനത്തിൽ ഉൾപ്പെടും. അപ്പൊ എന്തൊക്കെയാണ് വരുമാനം പഞ്ചായത്തിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തത് പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളും ഫണ്ടുകളും. രണ്ടാമതായി പറഞ്ഞത് കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങിയ പലതരം നികുതികളിൽ നിന്നുള്ള വരുമാനം. മൂന്നാമതായിട്ട് പറഞ്ഞത് പെർമിറ്റ്, രജിസ്ട്രേഷൻ തുടങ്ങിയ ഫീസുകൾ, പെർമിറ്റുകൾ നൽകുന്നതിനും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുമുള്ള പലതരത്തിലുള്ള ഫീസുകൾ. നാലാമതായിട്ട് പറഞ്ഞത് ഈ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റ്, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഫീസുകൾ ഈടാക്കും. അതായത് ഇപ്പൊ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കെട്ടിടം ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ മൈതാനമോ മാർക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാടക, റെന്റായിട്ട്, ഫീസായിട്ട് ലഭിക്കും. കൂടാതെ പലതരത്തിലുള്ള പിഴകൾ ഉണ്ടായിരിക്കില്ലേ, പിഴകൾ ചുമത്താനും പഞ്ചായത്തുകൾക്ക് സാധിക്കും, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സ്ഥാപിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പിഴകളിൽ കൂടിയും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കും. അപ്പൊ ഫൈനുണ്ട്, അതേപോലെ തന്നെ ഫീസുകളുണ്ട്, ഫൈനും ഉണ്ട്. പിന്നെ നികുതികളിൽ നിന്നുള്ള വരുമാനമുണ്ട്. പിന്നെ അതിന് പുറമെ ഗ്രാന്റുകളും ഫണ്ടുകളും ലഭിക്കുന്നുണ്ട്. പിന്നെ പെർമിറ്റ്, രജിസ്ട്രേഷനുള്ള ഫീസുകൾ, രജിസ്ട്രേഷൻ തുടങ്ങിയ ഇതിനുള്ള ഫീസുകളും ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളാണ്. എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ വെല്ലുവിളികളുമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്നത്? പോയിന്റുകളായി നൽകിയിട്ടുണ്ട്, കൃത്യമായിട്ട് ആ പോയിന്റുകൾ പഠിച്ചേക്കുക. ഒന്നാമത്തത് പദ്ധതി വിഹിതം സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത അവസ്ഥ അല്ലെ. ഒരു പദ്ധതിക്ക് വേണ്ടി, ഇപ്പൊ റോഡ് നിർമ്മാണത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ റോഡ് നിർമ്മാണം അല്ലെ, നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാഷണൽ ഹൈവേയുടെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. എന്നാൽ സ്റ്റേറ്റ് ഹൈവേ, അതിന്റെ സംസ്ഥാന ഹൈവേകളുടെ ചുമതല
സംസ്ഥാന സർക്കാരുകൾക്കാണ്. എന്നാൽ പ്രാദേശികമായിട്ടുള്ള റോഡുകളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലയിലാണ് അല്ലെങ്കിൽ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റോഡ് നിർമ്മാണത്തിനൊക്കെയായിട്ട് അത്യാവശ്യം പൈസ വേണമല്ലേ. അപ്പൊ ചെറിയ തരത്തിലുള്ള ഫീസുകളിൽ നിന്നോ നികുതികളിൽ നിന്നോ ഫണ്ടിൽ നിന്നൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ അത് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ലഭിക്കും, ഫണ്ടുകൾ ഗ്രാന്റുകളൊക്കെ ലഭിക്കും. പക്ഷെ ഇതൊക്കെ കൃത്യസമയത്ത് ഇതൊക്കെ അനുവദിക്കും അവര്, പക്ഷെ എന്താണ് കൃത്യസമയത്ത് ലഭിക്കാതെ വരും. അപ്പൊ ഇത്തരത്തില് പദ്ധതി വിഹിതം സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത അവസ്ഥ. ഇനി വികേന്ദ്രീകരണം പൂർണ്ണമായിട്ടും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം. വികേന്ദ്രീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വികേന്ദ്രീകരിക്കപ്പെടണം, ഫണ്ട് പണം വികേന്ദ്രീകരിച്ച് നൽകണം, പവർ അധികാരം വികേന്ദ്രീകരണത്തിലൂടെ നൽകണം, എല്ലാം നൽകണം, തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങളും നടപ്പിലാക്കാനുള്ള അധികാരങ്ങളൊക്കെ ലഭിക്കണം. പക്ഷെ നമുക്കറിയാലേ ഇപ്പോഴത്തെ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും പണ്ടത്തെ സിസ്റ്റത്തിലാണെങ്കിലും ഈ അധികാരം വിട്ടുകൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. എപ്പോഴും അവിടെ ഞാനാണ് വലിയ ആളെന്നുള്ളൊരു ഇത് എല്ലാവർക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കിടയിൽ ഉണ്ടാവും, ഞങ്ങളാണ് വലിയവർ, ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് ഈ അധികാരം പൂർണ്ണമായിട്ടും വികേന്ദ്രീകരിച്ച് നൽകാത്തതിന്റെ പ്രശ്നങ്ങളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട്. അടുത്തത് ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം അല്ലെ. ഗ്രാമസഭയിൽ നിന്ന് ഇപ്പൊ ഒരു നോട്ടീസ് തന്നാല് എത്ര പേര് അതിൽ പങ്കെടുക്കും അല്ലെ. അപ്പൊ അതിലെ കുറഞ്ഞ പങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിന്റെ കുറവ്, മറ്റുള്ള വരുമാനത്തിനുള്ള കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത ഇതെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തു നോക്കിയേ. ഒന്നാമതായിട്ട് പറഞ്ഞത് ഈ ഫണ്ടുകളും ഗ്രാന്റുകളും ഒക്കെ തന്നെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ലഭിക്കാത്തതിന്റെ പ്രശ്നം, പദ്ധതി വിഹിതം സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത അവസ്ഥ. രണ്ടാമത് വികേന്ദ്രീകരണം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ പങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനക്കുറവ്. ഇപ്പൊ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർക്ക് നല്ലോണം വരുമാനം ഉണ്ടാവും. പക്ഷെ എന്താണ്, ചില ഗ്രാമപഞ്ചായത്തുകളിൽ അവിടെ വീടുകളൊക്കെ കുറവായിരിക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ കുറച്ചും കൂടി പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് കേരളത്തിലൊക്കെ. പക്ഷെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വീടുകളെ ഉണ്ടാവുള്ളൂ ആ പ്രദേശത്ത്. അപ്പൊ അവർക്ക് ലഭിക്കുന്ന മറ്റു വരുമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനക്കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അതിൽ ഈ അവസാനത്തെ 2 പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. കാരണം നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന 2 പോയിന്റുകളാണ്. ഒന്ന് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയും, രണ്ടാമത്തത് ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനക്കുറവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം PSC ഇത്തരത്തിൽ SCERT ഉൾപ്പെടുത്താതെ ഇരുന്നിട്ട് പോലും ഒരുപാട് ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. മുമ്പ് SCERT ചാപ്റ്ററിലൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊന്നും നൽകിയിട്ടില്ല. NCERT പിന്നെയും ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനും ഈ 73-74 ഭരണഘടനാ ഭേദഗതിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് പോലും PSC ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കുറച്ചും കൂടി ഇത്രയും കൂടി ഇപ്പൊ എക്സാം അടുത്ത് തന്നെ വരുന്നത് കൊണ്ട് അല്ലെ, പ്രിലിമിനറി എക്സാമും മറ്റു പല എക്സാമുകളും അടുത്ത് വരുന്നത് കൊണ്ട് ഇത്തിരി സ്പീഡായിട്ടാണ് ക്ലാസ് എടുത്തത്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എങ്കിലേ എനിക്ക് അത് അടുത്ത ക്ലാസ്സിൽ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ കമന്റുകളാണ് അടുത്ത ക്ലാസ് എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ലൈക്ക് ചെയ്യണമെന്നില്ല, ഷെയർ ചെയ്യണമെന്നില്ല, പക്ഷെ കമന്റ് ചെയ്യണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.